Hello guys, why you should opt for Jose K. Mani? I'll tell you. നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി ഓഫ് പാല അത് വീണ്ടെടുക്കാൻ ഒറ്റ ഒരാൾക്കേ പറ്റത്തുള്ളൂ, അത് ജോസ് കെ മാണി തന്നെയാണ്. ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ട്, ബട്ട് കാൻഡിഡേറ്റ്സിനെ നോക്കുമ്പോൾ അവർക്ക് എങ്ങനെ കേപ്പബിൾ ആണോ എന്നാണ് നോക്കേണ്ടത് ഫസ്റ്റ്, അല്ലെ? ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആൾ ജോസ് കെ മാണി തന്നെയാണ്. കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി ജോസ് കെ മാണിയിൽ മാത്രമേ കാണുന്നുള്ളൂ. പുള്ളി ചെയ്യുന്ന പാർട്ടിയിലെ MLA മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം നമ്മൾ ഒരു എഫേർട്ട് ഒരു കാര്യത്തിന് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ, കുറെ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സാധിക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പാല എന്ന് പറയുന്നത് അത് ഭയങ്കര പരിതാപകരമാണ്. കാരണം പാല ഇനി ഒത്തിരി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. പണ്ടത്തെ ഒരു പാല അല്ല ഇപ്പോഴത്തെ പാല. ഇലക്ഷന് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഗീവ് ഹിം എ ചാൻസ്. ജോസ് കെ മാണി ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ IIIT പാലായിലുള്ളത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഓൾറെഡി 2 പ്രാവശ്യം MP ആയിരുന്നപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്കറിയില്ല. സോ വോട്ട് വൈസ്ലി. ഇപ്രാവശ്യം ഗീവ് ഹിം എ ചാൻസ്. ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയമായിട്ട് എടുക്കരുത്. ഐ ഫീൽ ഹീസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്. രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഗീവ് ഹിം എ ചാൻസ്. ഒരു ചാൻസ് കൊടുത്തു നോക്കാമല്ലോ. നിങ്ങൾക്ക് നല്ലൊരു പാലയാണോ വേണ്ടത്? എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇപ്രാവശ്യം ജോസ് കെ മാണിക്ക് ഒരു ചാൻസ് കൊടുക്കാം. ഗീവ് ഹിം എ ചാൻസ്.